തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐയുടെ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചെന്നാണ് പരാതി. ഈ മാസം 2-ാം തീയതിയായിരുന്നു എസ്എഫ്ഐ പ്രവർത്തകൻ തന്നെയായ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തായിരുന്നു സംഭവം? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നതാണോ? മഞ്ജുഷ്, 2-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. ഇന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കന്റോൺമെന്റ് പോലീസ് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേസെടുത്തിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇത്തരത്തിൽ മർദ്ദനമുണ്ടായത്. ഇടിമുറി അവസാനിപ്പിച്ചു. ഇടിമുറി യൂണിവേഴ്സിറ്റി കോളേജിൽ നേരത്തെ തന്നെ വിവാദമായ സംഭവമാണ്. ചാപ്പകുത്തലടക്കം നടന്ന ഒരു കലാലയമാണ്. അവിടെയാണ് ഇടിമുറി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന ഒരു സാഹചര്യം. വളരെ ഭീകരമായ സ്ഥിതി തന്നെയാണ്. നേരത്തെ നിരവധി വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. അവരെ ശാരീരികമായി അതിക്രമിക്കുന്ന രീതി, ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഒരു ഭിന്നശേഷി ദിനത്തിൽ തന്നെ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിയെ ഈ റൂമിൽ ഈ തരത്തിൽ മർദ്ദിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ദൃശ്യങ്ങൾ ഇതാണ്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം വിനോദ് പറയാം. വിനോദ്, ആർക്കെങ്കിലും എതിരെ ഈ പരാതി ഉയർന്ന വിദ്യാർത്ഥികൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇതിനു ശേഷം നടന്ന സംഭവങ്ങൾ? മനുഷ്യ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഹമ്മദ് അനസ് എന്ന വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റതായി പരാതി. ഇതിൽ ഈ മുറിക്കുള്ളിൽ കൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നത് വളരെ വ്യക്തമാണ്. പിന്നീട് 3 SFIക്കാരായ വിദ്യാർത്ഥികൾ കാലിൽ ചവിട്ടിപ്പിടിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് മർദ്ദിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. യൂണിറ്റ് സെക്രട്ടറിയായ വിധു ഉദയ, പ്രസിഡന്റ് അമൽ ചന്ദ്, യൂണിറ്റ് അംഗമായ മിഥുൻ, ഈ 3 പേരും ചേർന്ന് വിദ്യാർത്ഥിയെ അസഭ്യം വിളിക്കുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 2-ാം തീയതിയാണ് സംഭവം നടന്നത്. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയാണ് SFI പ്രവർത്തകർ മർദ്ദിച്ചത്. ഇടിമുറി മർദ്ദനം നേരത്തെയും വിവാദമായിട്ടുള്ളതാണ്.